ഫിൽജാൻ നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലോട്ട് പണി തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മണ്ണ് ഇറക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 110 ലോഡിൽ കൂടുതൽ മണ്ണ് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മണ്ണിറക്കിയാൽ മാത്രം പോരല്ലോ, അത് കെട്ടിയെടുക്കണം. മഴയാകുമ്പോൾ അല്ലെങ്കിൽ അത് മുഴുവൻ ഒലിച്ചു പോകുമല്ലേ. അതുകൊണ്ട് നമ്മൾ കല്ലിറക്കി ഫിൽജാൻ വരുന്നതിന് മുമ്പ് തന്നെ കല്ല് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ലോഡേ ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കെട്ട് പിറ്റേ ദിവസം തന്നെ തുടങ്ങി. ആദ്യത്തെ ദിവസം 2 പേരുണ്ടായിരുന്നു. 2 ദിവസം 2 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരാൾക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. പിന്നെ ഫിൽജാൻ ഒരാൾ ആ കൂടെ 2 പേരുണ്ടെങ്കിലും ഫിൽജാനും കല്ലെടുത്തുകൊണ്ട് കൊടുക്കാനും മണ്ണിടാനും എല്ലാം ഫിൽജാൻ തന്നെയായിരുന്നു മുന്നിൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. എനിക്ക് സങ്കടം വരും കാണുമ്പോൾ. പക്ഷേ ഫിൽജാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും പണി ചെയ്യണം. അതിപ്പോൾ എവിടെയാണെങ്കിലും അവിടെ ഫിൽജാൻ വർക്ക് കുവൈറ്റിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഫിൽജാൻ പറയും ഫുൾ ബിസിയാണ്, ഇരിക്കാൻ നേരമില്ല. അങ്ങനെ പണിയെടുക്കാൻ താല്പര്യമുള്ളവർ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. മടിയില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യണം, അത് ഭംഗിയായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഫിൽജാൻ എല്ലാം അത് നല്ല സ്പീഡിലെല്ലാം ചെയ്യുള്ളൂ. ഇങ്ങനെ മങ്ങി മങ്ങി നിൽക്കുന്ന സ്വഭാവം ഫിൽജാൻ ഇല്ല. എല്ലാം സ്പീഡിൽ വേഗം വേഗം ചെയ്ത് തീർക്കണം. അതാണ് ഫിൽജാൻ ഇഷ്ടം കേട്ടോ. എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്യുക, അതുകൊണ്ടൊരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം ഈ കൃത്യനിഷ്ഠയും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഫിൽജാനാണ് എനിക്കിതെല്ലാം കൃത്യമായി പറഞ്ഞു തന്നത്, ചെയ്തതും. ഞാനാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ തോർത്ത് നമ്മുടെ കട്ടിലിൻ്റെ ക്രാസിലൊക്കെ ഇടുമായിരുന്നു ആദ്യ കാലത്തൊക്കെ. ഫിൽജാൻ എടുത്ത് ആദ്യം വിരിച്ചിടും, പിന്നെ വിരിച്ചിടുള്ളൂ, പറഞ്ഞില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ മാറിയത്. എല്ലാം കൃത്യം അടുക്കും ചിട്ടില്ല. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ആ പേപ്പറുകളെല്ലാം കൃത്യമായി എടുത്ത് ഫയലിൽ വെച്ചതിന് ശേഷം മാത്രമേ ഡ്രസ്സ് മാറുള്ളൂ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയിൽ അടുക്കും ചിട്ടയിലും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പണികളാണേലും അങ്ങനെ സ്പീഡിലും കൃത്യമായും ചെയ്ത് തീർക്കും. എല്ലാ പണികളും അവരുടെ കൂടെ തന്നെ. എനിക്ക് കല്ലൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. പിന്നെ വീഡിയോ എടുത്ത് വെച്ചോണ്ട് ഇതിപ്പോൾ കാണാം. ഇതിപ്പോൾ ഫിൽജാൻ കാണുമ്പോൾ ഫിൽജാൻ അത്ഭുതം തോന്നി, ദൈവമേ ഞാൻ ഇത്രയും പണി ചെയ്തോന്ന്. ഓരോ ദിവസം പണിയെടുത്ത് വൈകുന്നേരം പിന്നെ പറയും, അയ്യോ എനിക്ക് ഇത്രയും പണി ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ എന്ന് പറയാം. ഫിൽജാൻ അത്ഭുതം തോന്നുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഫിൽജാൻ അവിടെ ചെന്നിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതായിരിക്കും, ദൈവം ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തതെന്നുള്ളത്. ഞാൻ കാണുന്ന മണ്ണുകൾ മുഴുവനും തട്ടി നിരത്താൻ വേണം. കുറച്ചുകൂടെ കല്ല് പൊങ്ങാനും ഉണ്ട് കേട്ടോ. 2 പന്തി കല്ലൂടെ പൊങ്ങാനും ഉണ്ട്. ഞാനിപ്പോൾ ഫുൾ വീഡിയോ ഇതിനകത്ത് ഇടുന്നില്ല, കെട്ടിക്കഴിഞ്ഞുള്ള വീഡിയോ ലാസ്റ്റ് പിന്നെ ഇടാം കേട്ടോ. എല്ലാം കൂടി ഇടുമ്പോൾ ഇതിൽ എന്താവും. ഫിൽജാൻ്റെ കൂടെ അമലും ഉണ്ട് കേട്ടോ. അമലുവിന് കാര്യം എക്സാമൊക്കെയാണ്, എങ്കിലും നല്ല ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് അമലും ഫിൽജാൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കെട്ടുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് ഇടാൻ വേണ്ടി അമലൂടെ കൂട്ടണം. കുറച്ച് കെട്ടി അന്നേരം മണ്ണ് നിരത്തും. ഇങ്ങനെയാണ് കേട്ടോ. അവിടെ കുറേ കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ മണ്ണ് ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വരാൻ ബുദ്ധിമുട്ടായിട്ട് കുറേ കവുങ്ങൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കെട്ടി നിരപ്പാക്കി മണ്ണൊക്കെ നിരത്തിയതിന് ശേഷം എല്ലാം നട്ടു കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കയറ്റാൻ വന്ന വണ്ടിയാണ് അത്. ഇനി കുറച്ച് ചോലകളൊക്കെ കൊത്താനുണ്ട്, അപ്പോൾ അത് കുത്തിയിട്ട് അതും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ബൈ.